രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ കാസർകോട്ടെയും മഞ്ചേശ്വരത്തെയും ഫലങ്ങൾ അറിയാനുള്ള ആകാംക്ഷയായിരുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും. കാസർകോട്ട് എന്ത് സംഭവിക്കും, മഞ്ചേശ്വരത്ത് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ താമര വിരിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളായിട്ട് BJPയും അവരുടെ NDAയും കേന്ദ്ര നേതൃത്വവും കാണുന്ന രണ്ട് മണ്ഡലങ്ങളായിരുന്നു കാസർഗോഡും ഒപ്പം തന്നെ മഞ്ചേശ്വരവും. കഴിഞ്ഞ ദിവസം മുതൽ പോളിംഗ് കഴിഞ്ഞ ദിവസം മുതൽ അല്ലെങ്കിൽ വോട്ടെണ്ണൽ പ്രഖ്യാപിച്ച ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമായിരുന്നു, ഒന്നുകിൽ കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് ഇത്തവണ താമര വിരിയുമെന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു പ്രതീക്ഷയിലേക്ക്, ആ ഒരു കണക്കുകൂട്ടലിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുള്ളത്. കാസർഗോട്ട് രവീശ തന്ത്രി കുണ്ടാർ, അവരുടെ NDAയുടെ പ്രമുഖനായ സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ പലപ്പോഴും 5000 പിന്നിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴായിരുന്നു കാസർഗോട്ട് താമര വിരിയുമെന്നുള്ളൊരു പ്രതീക്ഷ. ചാനലുകളിൽ പോലും കാസർഗോട്ട് BJP ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇത് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ പോലും വാർത്താ ചാനലുകളിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ BJP ഘടകങ്ങളിലും BJP പ്രവർത്തകരുടെ മുഖത്തും ആ ഒരു ആഹ്ലാദം കാണാൻ സാധിച്ചിരുന്നു. BJP കേന്ദ്രങ്ങളിൽ ഒരു ആഘോഷത്തിൻ്റെ ഒരു തുടക്കവും ഉണ്ടായിരുന്നു. പക്ഷേ അത് വെള്ളൂർ, കുമ്പടാജ, ബദിയെടുക്ക, കാറെടുക്ക പോലുള്ള BJPക്ക് ഏറ്റവും പ്രമുഖമായിട്ടുള്ള പഞ്ചായത്തുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു BJP ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തത്. മധൂർ പഞ്ചായത്തിലേക്ക് പോയപ്പോൾ ഒരുപക്ഷെ BJP ജയിച്ചേക്കുമെന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. അപ്പോഴായിരുന്നു 5000-ൽ പരം വോട്ടുകൾക്ക് രവീശ തന്ത്രി കുണ്ടാർ ലീഡ് ചെയ്തത്. അപ്പോൾ UDF പ്രവർത്തകരുടെ മുഖത്ത്, UDF പ്രവർത്തകരുടെ മുഖഭാവങ്ങളിൽ പോലും വല്ലാത്തൊരു മ്ലാനതയും വല്ലാത്തൊരു നിരാശയും പ്രകടമായിരുന്നു. ഒരുപക്ഷെ കാസർഗോഡ് പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു സ്ഥിതിവിശേഷമായിരുന്നു UDF പ്രവർത്തകരുടെ മുഖത്തുണ്ടായിരുന്നത്. അപ്പോഴും LDF അപ്പോഴും ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ ലീഡ് മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. രവീശ തന്ത്രി കുണ്ടാർ അവസാന നിമിഷം ലീഡ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത്. അവസാനം വോട്ടെണ്ണൽ ചെങ്കള പഞ്ചായത്തിലേക്കും, അതായത് UDFന് ഏറ്റവും സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ഒന്നായ ചെങ്കള പഞ്ചായത്തിലേക്ക്, അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ പഞ്ചായത്തിലേക്ക് ജയിപ്പിച്ചയക്കുന്ന ചെങ്കള പഞ്ചായത്തിൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോഴായിരുന്നു BJP പിന്നിലോട്ട് പോകാൻ തുടങ്ങിയത്. ഈ സമയത്ത് താമര വിരിയില്ലെന്നൊരു വല്ലാത്തൊരു നിരാശ BJP പ്രവർത്തകരുടെ മുഖത്ത് കാണാൻ സാധിച്ചു. പിന്നീട് വോട്ടെണ്ണൽ കാസർഗോഡ് നഗരസഭയിലേക്ക് എത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി എന്നെ നിൽക്കുന്ന വ്യക്തമായ ലീഡിലേക്ക് പോവുകയായിരുന്നു. 1000-ഉം 2000-ഉം 3000-ഉം പിന്നിട്ട് അവരുടെ ലീഡ് നില 7000-ഉം 8000-ഉം കടന്നു പോകുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. എന്നെ നിൽക്കുന്ന വ്യക്തമായ ലീഡ് തുടരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമായ ലീഡിലാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വന്നപ്പോൾ ഗവൺമെൻറ് കോളേജിന് പുറത്ത് പല ദിക്കുകളിൽ നിന്നും, ഒരുപക്ഷെ രാവിലെ ഒരു ആൾക്കാർ പോലും ഗവൺമെൻറ് കോളേജിൻ്റെ പുറത്തുണ്ടായിരുന്നില്ല, എല്ലാവരും TV-ക്ക് മുന്നിലായിരുന്നു. പക്ഷേ എന്നെ നിൽക്കുന്ന ജയിക്കാൻ പോകുന്നു, ഇവിടെ ഒരിക്കൽ കൂടി UDF ഇവിടെ സീറ്റ് നിലനിർത്തുന്നു എന്നുള്ള ഒരു വിവരം ലഭ്യമായി തുടങ്ങിയപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ പച്ചപ്പതാകയും അവരുടെ പച്ച പുതച്ച അവരുടെ പ്രവർത്തകർ പച്ച ചായം തേച്ച് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അവസാന നിമിഷം, അതായത് ഏകദേശം ഒരു 12 മണിയോടുകൂടി അല്ലെങ്കിൽ 11:30 പിന്നിട്ടപ്പോൾ എന്നെ നിൽക്കുന്ന ജയിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു വന്നത്. കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് എന്നെ നിൽക്കുന്ന പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രവർത്തകരുടെ കാഴ്ച കാണാൻ സാധിച്ചു. ഇത്തവണയും താമര വിരിയില്ല, കാസർഗോഡ് ഒരിക്കലും താമര വിരിയില്ല എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. പലപ്പോഴും പരിധി വിട്ടുപോകുമോ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം പോലും ഇവിടെ ഉണ്ടായി. പോലീസിനും അതുപോലുള്ള കേന്ദ്ര സേനയ്ക്കും വളരെയധികം പ്രയാസപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു ഇത്. സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ കലാപത്തിലേക്ക് നീങ്ങിപ്പോകുമോ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു. അവസാനം എന്നെ നിൽക്കുന്ന ജയിച്ചപ്പോഴും PB അബ്ദുറസാഖ് എന്തായിരിക്കും അല്ലെങ്കിൽ മഞ്ജീഷ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു UDF പ്രവർത്തകരുടെ മനസ്സിലെ ചോദ്യവും അവരുടെ മുഖഭാവവും. അവസാനം BJP പ്രവർത്തകർക്കും വലിയൊരു ആകാംക്ഷയായിരുന്നു. അവരും ഒരു ഭാഗത്ത് ജയിക്കുമോ എന്നുള്ള വലിയൊരു കണക്കുകൂട്ടലിൽ BJP പ്രവർത്തകരും ഒരു ഭാഗത്ത് നിലകൊള്ളുന്നുണ്ടായിരുന്നു. TV-ക്ക് മുന്നിലും അവർ K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അവരുടെ മഞ്ചേശ്വരത്തെ പ്രത്യേക കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ കാണുകയായിരുന്നു. ലീഡ് നില മാറിമറിയുകയായിരുന്നു. ഏത് നിമിഷവും BJP ജയിച്ചേക്കാം അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു സ്ഥിതിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം മന്ദഗതിയിലായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഞ്ചേശ്വരം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വളരെ മന്ദഗതിയിലായിരുന്നു. അവസാന നിമിഷവും പല മണ്ഡലങ്ങളിലെയും ഫലം വന്നപ്പോഴും മഞ്ചേശ്വരത്തെ ഫലം പിന്നെയും വൈകിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അവസാനം മംഗൽപാടിയിൽ എണ്ണിയപ്പോഴും UDFന് വ്യക്തമായ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല. മഞ്ചേശ്വരം പഞ്ചായത്തിൽ വോട്ടെണ്ണിയപ്പോഴും UDFന് വ്യക്തമായ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല. UDFന്റെ ശക്തമായ കേന്ദ്രങ്ങളാണ് മംഗൽപാടിയും മഞ്ചേശ്വരവും. ഒപ്പം കുമ്പളയിലും UDFന് പ്രതീക്ഷിച്ച ലീഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല. അതോടെ UDF കേന്ദ്രങ്ങളിൽ മ്ലാനത പകരുകയും ഒപ്പം
BJP കേന്ദ്രങ്ങളിൽ ഏറെ ആഹ്ലാദം നിറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. മീഞ്ചയിലടക്കം പൈവള്ളികയിൽ BJPക്ക് മേൽക്കൈയുള്ള പഞ്ചായത്തുകളിൽ അവർ വ്യക്തമായി ലീഡ് നേടുകയും UDFന് ശക്തിയുള്ള പഞ്ചായത്തുകൾ UDFന് ലീഡ് നേടാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാവുകയും ചെയ്തതോടെ BJP ജയിക്കുമെന്നുള്ള ഏകദേശ ഉറപ്പിലേക്ക് പോയി. അവസാനം 3000 വോട്ടുകൾക്കും 4000 വോട്ടിനുമിടയിൽ PB അബ്ദുൾ റസാഖ് ലീഡ് ചെയ്യുന്ന സമയത്ത് എണ്ണാൻ ബാക്കിയുണ്ടായിരുന്നത് പുത്തുകയും ഒപ്പം തന്നെ എൻമകജെ പഞ്ചായത്തുമായിരുന്നു. പുത്തുക എന്നുള്ളത് ഒരുപക്ഷെ UDFന് തീരെ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ്. ഇവിടെ LDF മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എൻമകജെ, അതായത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ 5000 വോട്ടുകളുടെ ലീഡ് നേടുമെന്നാണ് BJP പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഈ ലീഡ് നേടുകയാണെങ്കിൽ ഇവിടെ താമര വിരിയുമെന്ന് ഏതാണ്ട് അവർക്ക് ഉറപ്പായിരുന്നു. അവരുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയായിരുന്നു. അവസാനം പുത്തുക എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ BJPക്ക് വേണ്ടത്ര ലീഡ് ഇവിടെ ഉയർത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ പാർട്ടി ഗ്രാമത്തിൽ ഒരുപക്ഷെ അത് LDFലേക്ക് പോയ വോട്ടായിരിക്കാം. ഇവിടെ CH കുഞ്ഞമ്പു നല്ലൊരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പുത്തുക എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ BJPയുടെ പ്രതിനിധി ജയിച്ചു കയറിയിട്ടുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ BJP നേരിയ പ്രതീക്ഷ ഇവിടെ വെച്ചിരുന്നു. അവസാനം എൻമകജയിലേക്ക് പോയപ്പോൾ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു. കാരണം അവിടെ BJPയുടെ ഏറ്റവും ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് എൻമകജ. ഇവിടെ K. സുരേന്ദ്രൻ ഓരോ വീടുകളിലും ചെന്നിട്ട് ഓരോ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ K. സുരേന്ദ്രൻ സാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എൻമകജ പഞ്ചായത്തിൽ. അതുകൊണ്ട് തന്നെ എൻമകജയുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനം UDF അവസാന നിമിഷത്തിൽ K. സുരേന്ദ്രൻ 100 വോട്ടുകൾക്ക് ജയിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരം കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതായത് കോളേജിന്റെ പുറത്ത് കൂട്ടം കൂടി നിൽക്കുകയായിരുന്ന ജൈവിളിക്കുകയായിരുന്ന ആർത്തിരമ്പുകയായിരുന്ന UDF പ്രവർത്തകരുടെ മുഖത്ത് പെട്ടെന്ന് മ്ലാനത പകരുകയും അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ അപ്പോഴും അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരുന്നില്ല. പക്ഷേ അവസാന നിമിഷത്തിൽ എൻമകജ പഞ്ചായത്തിലെ 3 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് 89 വോട്ടുകൾക്ക് PB അബ്ദുൾ റസാഖ് അവിടെ ജയിച്ചു കയറുന്നുള്ളത്. ഒരുപക്ഷെ UDF പോലും പ്രതീക്ഷിക്കാത്ത ബൂത്തുകളിൽ നിന്നായിരുന്നു ഈ വോട്ടുകൾ തങ്ങൾക്ക് വന്നത് എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും വിജയത്തിൻ്റെ തൊട്ട് അരികിലെത്തിയിട്ട് ഒരുപക്ഷെ ജയിക്കാമായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് BJP അവിടെ തോറ്റുപോയത്. അതിൻ്റെ നിരാശയും അതിൻ്റെ സങ്കടവും BJPയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും മുഖത്ത് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവിടെ ഒരു സുരേന്ദ്രൻ്റെ അതേ അപരനാമത്തിൽ മത്സരിക്കാനിറങ്ങിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ 600-ൽ പരം വോട്ടുകൾ തൻ്റെ പെട്ടിയിലാക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇത് K. സുരേന്ദ്രന് തീർച്ചയായിട്ടും പ്രതികൂലമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് നേമത്ത് രാജഗോപാൽ ജയിച്ചപ്പോഴും അവരേറെ പ്രതീക്ഷിച്ച കാസർഗോട്ടോ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തോ ജയിക്കാൻ കഴിയാതെ പോയത് BJP കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയും വളരെ സങ്കടവും പകരുകയാണ്. ഇനിയൊരു അവസരത്തിൽ താമര ഇവിടെ വിരിയുമെന്നുള്ള ഒരു ഉറപ്പും ഒരു സ്വപ്നവും മാത്രമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ബാക്കിയുള്ളത്.